വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PYQ സീരീസിൻ്റെ തുടർച്ചയായ ഭാഗമാണ്. 1049/2024 ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. 10 ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ മോർ വീഡിയോസ് കാണാൻ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം വീഡിയോസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഹൗ മെനി ലോക്കൽ ബോർഡ്സ് ഡസ് RBI ഹാവ്? RBIക്ക് എത്ര ലോക്കൽ ബോർഡുകൾ ഉണ്ടെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ RBIക്ക് എത്ര ലോക്കൽ ബോർഡുകളാണുള്ളത്? 4 ലോക്കൽ ബോർഡുകളാണ് RBIക്ക് ഉള്ളത് കേട്ടോ. 4 ഭാഗങ്ങളിൽ നിന്നായിട്ട് 4 ലോക്കൽ ബോർഡുകളാണ് RBIക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ RBI ബന്ധപ്പെട്ട കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ്, അതായത് സെക്ഷൻസായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്തേക്കണേ. അതിൽ നമ്മൾ ഈ ലോക്കൽ ബോർഡിനെ കുറിച്ചും ലോക്കൽ ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. RBIയുടെ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. RBI ആക്റ്റുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ലോക്കൽ ബോർഡുകളാണ് RBIക്ക് ഉള്ളത്. ഈ ലോക്കൽ ബോർഡുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 അംഗം ഉണ്ട് കേട്ടോ. 5 കമ്മിറ്റി, 5 അംഗങ്ങളുള്ള വേറൊരു ടീമിനെ കൂടി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരിൽ നിന്നാണ് ഒരു ചെയർമാനൊക്കെ അവരെന്നെ തിരഞ്ഞെടുക്കും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മുഴുവൻ 21 ആൾക്കാരാണ് ഈ CBODയിലുള്ളത്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ, RBIയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്, CBODയിലുള്ളത് 21 പേരാണ്. അതിൽ ഈ 4 ലോക്കൽ ബോർഡിൽ നിന്ന് 4 ആളെ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുപോയി നോക്കാം കേട്ടോ. പിന്നെ അടുത്തത് പറയുന്നത് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI വിച്ച് കംസ് അണ്ടർ. അത് RBIയുടെ ഏത് ആക്റ്റിലാണ്, ഏത് ഭാഗത്താണ് പറയണതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറഞ്ഞാൽ അതൊരു മെക്കാനിസമാണ്. എന്താണ് മെക്കാനിസം? ഇതൊരു ടെമ്പററി ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് കൊടുക്കുന്ന ഒരു ടെമ്പററി ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ് എന്ത്? വെയ്സ് ആൻഡ് മീൻസ് എന്നറിയപ്പെടുന്നത്, WM എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് RBI സെൻട്രൽ ഗവൺമെൻറ്റിനും കൊടുക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു മീറ്റ് ദ ടെമ്പററി മിസ്മാച്ച്. അവർക്ക് ഗവൺമെൻറ്റിന് എന്തായാലും കുറച്ച് റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള കുറച്ച് മിസ്മാച്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സെൻട്രലിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സെക്ഷൻ 21 പറയണത്. അതായത് RBI പ്രൊവൈഡ്സ് എ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആസ് എ ബാങ്കർ ടു ഗവൺമെൻറ് എന്ന് പറയണത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡെപ്റ്റ് മാനേജറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് RBI എന്ന് പറയുന്നത് സെക്ഷൻ 21 കേട്ടോ. സെക്ഷൻ 21 അങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതായത് RBI ആരുടെ ഡെപ്റ്റ് മാനേജറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? ഗവൺമെൻറ്റിന് അത്യാവശ്യം ഫണ്ടുകൾ ആവശ്യം വരുമ്പോൾ ആരാ കൊടുക്കുക? RBI ആണ് കൊടുക്കുക. അപ്പോൾ അതാണ് ഈ ഒരു അതേപോലെ കൊടുക്കുന്ന സംഭവമാണ് എന്ത്? വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ വെയ്സ് ആൻഡ് മീൻസിനെ കുറിച്ച് പറയുന്നത് 17(5) പറയണത് കേട്ടോ. വെയ്സ് ആൻഡ് മീൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? 17 സബ്സെക്ഷൻ 5 വെയ്സ് ആൻഡ് മീൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം വെയ്സ് ആൻഡ് മീൻസ് ആണ്. പിന്നെ വെയ്സ് ആൻഡ് മീൻസ് കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്ന് വെച്ചാൽ 17(5) ആണ് RBI ആക്റ്റിൽ പറയുന്നത്. ഇത് സാധാരണയായിട്ട് 3 മാസം അല്ലെങ്കിൽ 90 ദിവസം അങ്ങനെ ഒരു സമയപരിധിക്കാണ് കൊടുക്കാറ് കേട്ടോ. 3 months or 90 daysനാണ് പ്രൊവൈഡ് ചെയ്യാറ്. ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ RBI ഓൺ സെയിം ആസ് റിപ്പോ റേറ്റ് പോലെ തന്നെയാണ് ഇൻട്രസ്റ്റൊക്കെ ചാർജ് ചെയ്യാറ്. അപ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ്റും RBIയും തമ്മിലൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു മ്യൂച്വൽ എഗ്രിമെൻറ്റ് വെച്ച് ലിമിറ്റ് ചെയ്തിരിക്കും എന്നാണ് പറയണത്. ഓക്കെ. പിന്നെ സെൻട്രൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അലൗഡാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഒക്കെ അലൗഡാണ്. 10 ദിവസം മുതൽ 21 ദിവസം വരെ. അത് 10 ദിവസമാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നതെങ്കിൽ 21 ദിവസമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ഓവർ ഡ്രാഫ്റ്റിന് കൊടുക്കുക? റിപ്പോ റേറ്റിനേക്കാളും 2% കൂടുതൽ വാങ്ങിക്കും കേട്ടോ. 2% എബവ് റിപ്പോ റേറ്റ് എന്നാണ് പറയാറ്. അപ്പോൾ 2% റിപ്പോ റേറ്റിനേക്കാൾ കൂടുതൽ വാങ്ങിക്കും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്. ഓക്കെ. അപ്പോൾ ഗവൺമെൻറ്റിന് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. സെൻട്രൽ ഗവൺമെൻറ്റിന് 10 ദിവസവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് 21 ദിവസവുമാണ് പറയണത്. അപ്പം ഇത് കുറച്ചൊരു വെയ്സ് ആൻഡ് മീൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ.
അപ്പോൾ ഈ 17-ൽ 5 ഓർത്തിരിക്കണം. ബേസ് ആൻഡ് മീൻസ് ആർക്ക് കൊടുക്കുന്നതാണ്? സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൊടുക്കുന്നതാണെന്ന് ആലോചിക്കുക. എത്ര നാൾക്കാണ്? 3 months ഓർ 90 days ആണ് കൊടുക്കുക എന്നാലോചിക്കാം. നെക്സ്റ്റ് പറയുന്നത് ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അന്ന് ദിനേശ് കുമാർ ഖാരെ ആയിരുന്നു നമുക്ക് ഉത്തരം തന്നിരുന്നത്. പക്ഷേ ഇപ്പം അതല്ല ഉത്തരം. ഇപ്പം നമ്മുടെ പുതിയ ആൾ CS ഷെട്ടി എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. CS ഷെട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ല ശ്രീനിവാസലു ഷെട്ടി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ചെല്ല ശ്രീനിവാസലു ഷെട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് ദിനേശ് കുമാർ ഖാരെ ആയിരുന്നു. അതിനുശേഷം മാറ്റം വന്നു. ഇപ്പോൾ ഉള്ള ആൾ CS ഷെട്ടിയാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് പറയുന്നത് ആരാണ്? ഒരു ഗ്ലോബൽ മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് വാച്ച് ഡോഗായി വർക്ക് ചെയ്യുന്നത്. ഡാഷ് ദ ഗ്ലോബൽ മണി ലോണ്ടറിങ് ആൻഡ് മണി ലോണ്ടറിങ് കള്ളപ്പണം വെളുപ്പിക്കൽ അങ്ങനത്തെ സംഭവമില്ലേ. പിന്നെ അതുപോലെ ടെററിസ്റ്റ് ഫിനാൻഷ്യൽ വാച്ച് ഡോഗായി വർക്ക് ചെയ്യുന്നത് ആരാണ്? സ്വിഫ്റ്റ് ആണോ, IDA ആണോ, UNO ആണോ, FATF ആണോ, ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം FATF ആണെന്നല്ലേ. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നറിയപ്പെടുന്ന FATF ആണ് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന സ്ഥാപനം. ഒരു ഗ്ലോബൽ വാച്ച് ഡോഗ് ഫോർ മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് ആണ്. ടെററിസ്റ്റുകളെ ഫിനാൻസ് കൊടുത്ത് സഹായിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ കള്ളപ്പണത്തിനെതിരെ എന്നൊക്കെ പറയാം. ഇറ്റ്സ് ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് ദാറ്റ് സെറ്റ്സ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊമോട്ട്സ് പോളിസീസ് ടു കോമ്പാക്ട് ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെതിരെ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ശരിക്കും G7 കൺട്രീസിൻ്റെയൊക്കെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടാണ്. 1989 പാരീസിലെ സമ്മിറ്റിൽ വെച്ചിട്ടാണ് അത് രൂപം കൊള്ളുന്നത്. അപ്പോൾ 1989 ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ടെററിസം ഫിനാൻസിങ് ആണ് പ്രത്യേകം നോട്ട് ചെയ്യണ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പാരീസിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് അവർ ഒഫീഷ്യൽ ലാംഗ്വേജായി യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ FATFുമായി ബന്ധപ്പെട്ട് 1989 എന്ന് ഓർത്തിരിക്കണം. അടുത്ത ചോദ്യം വരുന്നത് ബാങ്ക്സ് പ്രൊവൈഡ് ടാക്സ് കൺസൾട്ടൻസി സർവീസസ് കൊടുക്കുന്നുണ്ട് ടു ദെയർ കസ്റ്റമേഴ്സ് ആസ് എ പാർട്ട് ഓഫ് ഏത് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടാണെന്നാണ്. ഏത് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടാക്സ് കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏജൻസി സർവീസ് ആണോ, പിന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസ് ആണോ, ഓർഡിനറി സർവീസ് ആണോ, പ്രൈമറി ഫംഗ്ഷൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിൻ്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്? ജനറൽ യൂട്ടിലിറ്റിയുടെ ഭാഗമായിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഇത്തരത്തിലുള്ള ടാക്സ് കൺസൾട്ടൻസി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ജനറൽ യൂട്ടിലിറ്റി സർവീസിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഓർത്തിരിക്കുക. പ്രൈമറി ഫംഗ്ഷനും സബ്സിഡിയറി ഫംഗ്ഷനും ഒക്കെ കൂടാതെ ജനറൽ യൂട്ടിലിറ്റി സർവീസസും ഏജൻസി ഫംഗ്ഷൻസും ഒക്കെ ചെയ്യുന്നുണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. അപ്പോൾ അവർ ഒരുപാട് തരത്തിലുള്ള, അതായത് ഇഷ്യൂ ഓഫ് ഡ്രാഫ്റ്റ്, കസ്റ്റമേഴ്സിൻ്റെ ഇഷ്യൂ ഓഫ് ഡ്രാഫ്റ്റ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, പ്രൊവൈഡിങ് ലോക്കർ ഫെസിലിറ്റി ആൻഡ് സേഫ് കസ്റ്റഡി, അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ്, അതും എന്താണ്? ജനറൽ യൂട്ടിലിറ്റി സർവീസാണ്. അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ്, സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഇഷ്യൂയിങ് ഓഫ് ക്രെഡിറ്റ് കാർഡ്സ്, പ്രൊവൈഡിങ് മർച്ചൻ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ്, ഡിമാറ്റ് അക്കൗണ്ടൊക്കെ തുടങ്ങുക, പ്രോജക്റ്റ് റിപ്പോർട്ട്സും അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ ധാരാളം ജനറൽ യൂട്ടിലിറ്റി സർവീസസിൽ പെടുന്ന കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ സെലക്ട് എ റോങ് വൺ റിലേറ്റഡ് ടു പേയ്മെൻറ്റ് ബാങ്ക്. പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ വിവരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കനോട്ട് ഇഷ്യൂ ക്രെഡിറ്റ്, ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, പിന്നെ ഹൈ ക്രെഡിറ്റ് റിസ്ക്, രജിസ്റ്റേർഡ് ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് തെറ്റായ വിവരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്ക് ബന്ധപ്പെട്ടത് ഏതാണ്? ഹൈ ക്രെഡിറ്റ് റിസ്ക് ഉണ്ടോ പേയ്മെൻറ്റ് ബാങ്കിന്? ഇല്ല അല്ലേ. പേയ്മെൻറ്റ് ബാങ്ക് വലിയൊരു റിസ്ക് ഉള്ള പരിപാടിയൊന്നും ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ക്രെഡിറ്റ് റിസ്ക് പേയ്മെൻറ്റ് ബാങ്ക്സിന് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്ക്സ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വർഷമാണ്? 2016 ഓപ്പറേറ്റീവ് ഗൈഡ് ലൈൻസ് വരുന്നത് 2016. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? 100 കോടിയാണ് പറയണത്. സ്മോൾ ഫിനാൻസിനാണെങ്കിലാണ് 200 കോടി. നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് അങ്ങനെ ഇതാണെങ്കിൽ 500 കോടിയാണ് പറയണത്. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് 100 കോടിയാണ് പറയണത്. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 100 കോടിയാണെന്ന് പറഞ്ഞു. 6/10/2016 ഒരു ഗൈഡ് ലൈൻസ് RBI പുറപ്പെടുവിക്കുന്നത്.
പേയ്മെൻറ്റ് ബാങ്ക് എങ്ങനെയാണ്? പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ പ്രൈവറ്റ് സെക്ടർ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ RBIയുടെ സെക്ഷൻ 22 പ്രകാരമുള്ള ബാങ്കിങ് ലൈസൻസ് ലഭിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ലൈസൻസ് എടുത്തിട്ടാണ് പിന്നെ ബാങ്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്ക് ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ പ്രൈവറ്റ് സെക്ടറായിട്ട് തുടങ്ങുന്നു. പിന്നെ അതിന് ബാങ്കിങ് ലൈസൻസ് അപ്ലൈ ചെയ്യുന്നു. RBIയുടെ ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 22 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് പിന്നെ ലൈസൻസ് കിട്ടുന്നു. പിന്നെ ലൈസൻസ് വെച്ച് സാധാരണ നോർമൽ ബാങ്കിങ് ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ്. നോർമൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് ആണെങ്കിലും അവർ ചെയ്യുന്ന വ്യത്യാസമുണ്ട്. അവർ കാസ ഡെപ്പോസിറ്റ് മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ. കാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റും സേവിങ്സും മാത്രം. ഒരു വല്ലാത്തൊരു വലിയ NRI ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഒന്നും അവർ എടുക്കില്ല. അത് പ്രത്യേകം പറയുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഒന്നും കൊടുക്കുന്നില്ല, പിന്നെ ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കില്ല, ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല. എന്തൊക്കെയാണ് ചെയ്യാത്തത്? ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നില്ല, പിന്നെ അതുപോലെ തന്നെ ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കുന്നില്ല, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്നും പ്രധാനപ്പെട്ടതാണ്. പിന്നെ മിനിമം ഡെപ്പോസിറ്റ് എങ്ങനെയാണ്? ഇൻഡിവിജ്വൽസിന് 2 ലക്ഷമാണ് മിനിമം ഡെപ്പോസിറ്റ്. മാക്സിമം ഡെപ്പോസിറ്റ് കേട്ടോ, മാക്സിമമാണ്. ഇൻഡിവിജ്വൽ കസ്റ്റമർക്ക് മാക്സിമം ഡെപ്പോസിറ്റാണെന്ത് 2 ലക്ഷം എന്ന് പറയണത്. അതിൽ കൂടുതൽ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഇവർക്ക് റിസ്ക് ഒന്നുമില്ല. കാരണം ഈ ഡെപ്പോസിറ്റ് വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യുന്നു? സേഫസ്റ്റായ സ്ഥലങ്ങളിലാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് റിസ്ക് ഇല്ല എന്ന് തന്നെ പറയാം. പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ് ഫസ്റ്റ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. കൊട്ടക് മഹീന്ദ്രയുടെ ഒരു കൊളാബറേഷനിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷേ നമ്മുടെ IPPB അതായത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ് ഇപ്പോൾ ലാർജസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെയാണ്. ഓക്കെ. പിന്നെ പേയ്മെൻറ്റ് ബാങ്കുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി നോക്കണം. നച്ചിക്കത്ത് മോർ കമ്മിറ്റിയാണ് പേയ്മെൻറ്റ് ബാങ്കുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമ്മിറ്റി വരുന്നത്. ആ കമ്മിറ്റി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. 2013 വന്ന കമ്മിറ്റി. അപ്പോൾ അത് ഇടയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. പേയ്മെൻറ്റ് ബാങ്കുകളെ കമ്മിറ്റി ഏതാണെന്ന് നച്ചിക്കത്ത് മോറാണ്. അതൊന്ന് ഓർത്തിരിക്കണം. നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് കണക്ട് ചെയ്യുന്ന കമ്മിറ്റി നമ്മുടെ ഉഷ തോറാട്ട് കമ്മിറ്റിയാണ് കേട്ടോ. സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി ഇങ്ങനെ കണക്ട് ചെയ്യാറ് ഉഷ തോറാട്ട് കമ്മിറ്റിയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കണം. പിന്നെ അടുത്തത് പറയുന്നത് എ ബിൽ വിച്ച് ഈസ് ഡെലിവേർഡ് കണ്ടീഷണലി ഓർ ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. എപ്പോഴും കാണാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. എ ബിൽ ഏതാണ്? എസ്ക്രോ ബില്ലാണ്. എസ്ക്രോ ബില്ലാണ്. അപ്പോൾ ഉസാൻസ് ബിൽ എന്ന് വെച്ചാൽ എന്താണ്? ടൈം ബില്ല് തന്നെയാണ്. ട്രേഡ് ബില്ല് വ്യക്തമായ ട്രേഡ് ട്രാൻസാക്ഷൻസോട് കൂടിയത്. കൈറ്റ് ബില്ല് ഒന്നുമില്ല, കാരണം അവിടെ വ്യക്തമായ ട്രേഡ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിചയക്കാരൻ മറ്റൊരാൾക്ക് ഈട് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ജാമ്യം നിൽക്കുന്ന പോലെ കൊടുക്കുന്ന സംഭവമാണ് എസ്ക്രോ ബിൽ. അതാണ് പലതരം കൈറ്റ് ബിൽ, അങ്ങനെ പലതരത്തിലുള്ള പേരുകളിൽ അറിയപ്പെടുന്നതാണ് എസ്ക്രോ ബില്ല്. അത് കൈറ്റ് ബില്ല്. എസ്ക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവേർഡ് കണ്ടീഷണലി ഓർ ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ആണ് എസ്ക്രോ എന്ന് അറിയപ്പെടുന്നത്. കൈറ്റ് ബില്ലാണ് വിൻഡ് ബിൽ, അങ്ങനെ കുറേ പേരിൽ അറിയപ്പെടുന്നത് കൈറ്റ് ബില്ലാണ് കേട്ടോ. എസ്ക്രോ എന്ന് പറഞ്ഞാൽ എ ബിൽ വിച്ച് ഈസ് ഡെലിവേർഡ് കണ്ടീഷണലി ഓർ ഫോർ എ സ്പെസിഫിക് പർപ്പസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പർപ്പസ് എന്നറിയപ്പെടുന്നതാണ് എസ്ക്രോ ബിൽ. പിന്നെ അടുത്തത് പറയുന്നത് ഭീം ആപ്പിനെ കുറിച്ചിട്ടാണ്. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി ആപ്പ് ഡെവലപ്പ് ചെയ്ത് NPCI ആണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇത് എന്തിനാണെന്നാണ് ഭാരത് ഇൻ്റർഫേസ് ഫോർ ഭീം ആപ്പ് എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തത്? ഭീം ആപ്പിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അല്ലേ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഭീം ആപ്പ് നിലവിൽ വരുന്നത്. NPCI അങ്ങനത്തെ കുറേ പ്രോഡക്ട്സുകൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നുണ്ടായി. NPCIയുടെ ഭാഗത്തുനിന്ന് കുറേ അത്തരത്തിലുള്ള അത്യാവശ്യം പ്രോഡക്ട്സൊക്കെ, അതായത് UPI കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഭീം ഈസ് ആൻ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ്. മൊബൈൽ ഫോൺസ് വഴി സാധാ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ ഭീം ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. അങ്ങനെ ആൾക്കാർക്ക് സിമ്പിൾ ആൻഡ് ഈസി ക്വിക്ക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് UPIയിൽ കൂടി നടത്താൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രത്യേകത. UPI ഉപയോഗിച്ചിട്ടാണ് ഇത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസിൽ കൂടി തന്നെയാണ് ഇതും കടന്നു പോകുന്നത്. പിന്നെ ഇതൊരു ഇന്ത്യൻ മൊബൈൽ ആപ്പാണ്, അതാണ് പ്രധാനം. ഇന്ത്യൻ മൊബൈൽ ആപ്പാണ്,
ആരാണ് ഡെവലപ്പ് ചെയ്തത്? NPCI എന്നെ ഡെവലപ്പ് ചെയ്തതാണ്. UPI അടിസ്ഥാനമാക്കി NPCI ഡെവലപ്പ് ചെയ്തതാണ് BMAP എന്നുള്ളത്. ഇത് ലോഞ്ച് ചെയ്യുന്നത് 2016 കാലഘട്ടത്തിലാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇതിനെന്ത് വേണം? ഒരു സിസ്റ്റം അല്ലെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു അക്കൗണ്ടും സ്മാർട്ട് ഫോണും അങ്ങനത്തെ കുറച്ച് ബാങ്കിങ് നോളജും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? BMAP ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, സാധാ പോലെ വർക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ സംരംഭമാണ്. അപ്പോൾ അത് ഒന്ന് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതാണ് ഫെസിലിറ്റി. ഒരുപാട് ഇന്ത്യൻ ലാംഗ്വേജസ് അവൈലബിൾ ആണ്. 20ഓളം ഇന്ത്യൻ ലാംഗ്വേജസിൽ ഇത് അവൈലബിൾ ആണ്. ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട്. അപ്പോൾ 2016 അതിൻ്റെ വർഷം BMAP. പിന്നെ ആരാണ് ഇത് തുടങ്ങിയതെന്ന് വെച്ച് നോക്കണം. അപ്പോൾ NPCI ആണ് അതിൻ്റെയൊക്കെ ഒരു പിന്നെ ഹെഡ് എന്ന് ആലോചിക്കണം. NPCI തന്നെയാണ്. റുപ്പേ കാർഡാണെങ്കിലും അങ്ങനെ കുറേ അതായത് നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ്, അങ്ങനെ കുറേ സംഭവങ്ങൾ, ഭാരത് QR കോഡ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? NPCI ഇതുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അത് റുപ്പേ കാർഡ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഭീമും അതേപോലെ തന്നെയാണ്, ആ ഒരു കാറ്റഗറിയിൽ വരണത് തന്നെയാണ്. പിന്നെ സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട്. സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 1973 സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസിൽ നമ്മൾ സ്വിഫ്റ്റ് ഇഷ്ടം പോലെ വട്ടം പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്വിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ സ്വിഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് 1973 വർക്കിംഗ് തുടങ്ങി. സ്വിഫ്റ്റ് എന്താണ്? ഫണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ, അതായത് വളരെ സുതാര്യമായിട്ടും വിശ്വാസ്യതയോടും കൂടിയിട്ട് ഫണ്ടുകൾ, ആ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും ട്രാൻസ്മിഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്വിഫ്റ്റ് എന്നത്. ഇൻ്റർ ബാങ്കാണ്, കാരണം വിദേശ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ കണക്ഷൻസ്. അതായത് നമ്മുടെ എല്ലാ ബാങ്കുകളും തമ്മിലൊരു ശൃംഖല ബന്ധിപ്പിക്കുന്നതാണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ റീറ്റെയിൽ ബാങ്കിങ് ഈസ് ഓൾസോ കാൾഡ്. എന്താണ് റീറ്റെയിൽ ബാങ്കിങ്ങിൻ്റെ മറ്റൊരു പേര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റീറ്റെയിൽ ബാങ്കിങ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഓരോ ഇൻഡിവിജ്വൽസിനും പ്രാധാന്യം കൊടുക്കുന്നതാണ് റീറ്റെയിൽ ബാങ്കിങ്. അതാണ് കൺസ്യൂമർ ബാങ്കിങ് എന്നറിയപ്പെടുന്നത്. അവിടെ ഓരോ വ്യക്തിക്കും പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമറുടെയും താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് റീറ്റെയിൽ ബാങ്കിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ മാർക്കറ്റ് അറിഞ്ഞ് ആ വ്യക്തികൾക്ക് വേണ്ടത്, അങ്ങനെ വ്യക്തികളെ നേരിട്ട് ഡയറക്റ്റായിട്ട് വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കിങ് ആണ് റീറ്റെയിൽ ബാങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1049/2024 ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നാളെ അടുത്ത ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യാം. 2024 തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ, ഇനിയുമുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.